ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം കടലമാവാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, അപ്പോൾ അതുകൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. ഇനി ഇത്രയും മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ദോശ ബാറ്ററിനെ പോലെ ആ ഒരു ഇതിൽ അത്രയും തിക്കായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരല്പം പോലും കട്ടയില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫില്ലിങ് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്കിനി അത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. ഇതൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാനാണ്. അതുപോലെ തന്നെ ഒരു പിടി അളവിൽ പുതിന ഇല കൂടി ചേർക്കുകയാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുത്ത ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ചേർക്കുകയാണ്. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ചെറിയ പുളിയായിട്ടുള്ള തൈര് മതിയാവും. നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് നല്ലതുപോലെ നരച്ചെടുക്കാം. എന്നാൽ ശരി, ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു മല്ലിയില പുതിന ചട്നി പോലെയാണുള്ളത്. ഈ ഒരു ചട്നിയാണ് നമ്മുടെ ബ്രെഡിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ശരി, ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാം. ഇതുപോലെ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതിന് മുകളിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡാണ് ആവശ്യം. ഇതിപ്പോൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഇതിനുള്ളിലെ ഫില്ലിങ് വന്നിട്ട് ഈ മല്ലിയില പുതിനയുടെ ആ ഒരു ചട്നി മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് കിട്ടുന്നത്. നല്ലതുപോലെ ഒന്ന് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 സൈഡും ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. നല്ല ടൊമാറ്റോ കെച്ചപ്പും ചൂട് ചായയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത്. നമ്മളിതിലേക്ക് ഒരുപാട് ഫില്ലിങ്സ് ഒന്നും വെച്ചിട്ടില്ല. ഈ ഒരു ചട്നി മാത്രമേ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഈ ഒരൊറ്റ ചട്നി മാത്രം മതി ഈ സ്നാക്സ് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷവും സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.